ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ആദിലെ നൂറെ അനുമോളോട് മാപ്പ് പറയാണ്. നിന്നെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അനുമോളെ, സോറി. ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാവുകയാണ് ആദിലേക്കും നൂറയ്ക്കും. അനുമോൾ പറയാണ്, എൻ്റെ മൂക്കിൻ്റെ സർജറി അടുത്ത മാസം വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് എന്നെ ബിഗ് ബോസിലേക്ക് വിളിച്ചതുകൊണ്ടാണ് ഞാൻ അത് സർജറിക്ക് പോവാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിക്കും ആ സമയത്ത് എൻ്റെ മൂക്കിൻ്റെ അവൻ വന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ മൂക്കിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ട് കയറിയാണ് പോയത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ വന്ന് ബാത്റൂമിൽ വന്ന് നോക്കുമ്പോൾ എനിക്കത് വളരെ വ്യക്തമായി മനസ്സിലായി. ബ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാനത് ആരോടും പറയാൻ പോയില്ല. എനിക്കറിയായിരുന്നു 2 റൗണ്ടും കൂടി ഇനിയുണ്ട്. ആ 2 റൗണ്ട് ഞാൻ ഇവിടെ കളിക്കുക തന്നെ ചെയ്യണമെന്ന് എനിക്ക് വാശിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. എൻ്റെ വിഷമങ്ങളെല്ലാം എനിക്കൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു. ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം, ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യണം. കാരണം നിനക്കിപ്പോൾ ഇവളുണ്ട്, ഇവൾക്ക് നീയും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചേനെ. ഇവിടെ വന്നവരും പോയവരും എല്ലാം എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഒറ്റ വാക്ക് മാത്രമാണ് പറഞ്ഞത്, അനുമോളെ നീ ഇത്രത്തോളം എത്തി, ഇത്ര നീ പിടിച്ചു നിന്നു, ഇനി നീ പിടിച്ചു നിൽക്കണം, സ്ട്രോങ് ആയി തന്നെ ഇവിടെ നിന്ന് കളിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയി കളിക്കുന്നത്. 75 ദിവസം എനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള ദിവസവും ഞാൻ പിടിച്ചു നിൽക്കുമെന്നാണ് അനുമോൾ പറയുന്നത്. ദ റിയൽ ഗെയിമർ അനുമോൾ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വേറൊന്നും കണ്ടല്ല. അനുമോൾ ആ 2 റൗണ്ട് ആ ഒരു മൂക്കിൻ്റെ വേദന വന്നിട്ട് പോലും അത്രയും സഹിച്ച് പിടിച്ച് ഒരു മനുഷ്യനോട് പോലും അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാതെ 2 റൗണ്ട് വരെ ഉണ്ട്. ആ 2 റൗണ്ട് എനിക്ക് കളിച്ച് നല്ല രീതിയിൽ തന്നെ കളിച്ച് പാവകളെ നേടി 3-ാം സ്ഥാനത്താണ് നമ്മുടെ അനുമോൾ ഈ ഒരു ടാസ്കിൽ എത്തിയിരിക്കുന്നത്. അത് വലിയൊരു കഴിവ് തന്നെയാണ്.